C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇനി നമുക്ക് ആവശ്യം 10 മാസം കഴിഞ്ഞ് നീ പ്രസവിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെയാ. അമ്മേ, നമ്മൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാ പോകുന്നത്. നീ കുഴപ്പങ്ങൾ മാത്രം ചിന്തിക്കാതെ ഒരു കുഞ്ഞു വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമോളെ. ദേ, ശ്രീലക്ഷ്മിയുടെ കുഞ്ഞിന് കിട്ടേണ്ട സ്വത്തുക്കൾ, ആ കുഞ്ഞിന് കിട്ടേണ്ട പരിപാലനം, അതെല്ലാം നിന്റെ കുഞ്ഞിന് ആദ്യം കിട്ടേണ്ടത്. നീ ആ ഗായത്രി അമ്മയുടെ കൂടെ ജീവിച്ച് അവരെ പോലെ ആയിന്ന് എനിക്ക് തോന്നുന്നേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ വയറ്റിലെ ഇരട്ടക്കുട്ടികളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേനെ. അങ്ങനെ മുഴുവൻ സ്വത്തിൽ 2 കുഞ്ഞുങ്ങളുടെ ഷെയറും ഞാൻ ഒപ്പിച്ചെടുത്തനെ. ഞാൻ ചെയ്യുന്നതൊക്കെ നീ കണ്ടു നിന്നാ മതി. ഇതാണ് ആള്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ സംസാരിക്കും. അല്ല, കുട്ടി എന്താ വിഷമിച്ചു നിൽക്കുന്നേ? സിസ്റ്റർ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അല്ലേ? മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ദേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്റെ മോളുടെ കുഞ്ഞായി തന്നെ വളരും. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാനിവിടെ അടുത്തുള്ള ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവ് 1 മാസം മുൻപ് തളർവാദം വന്ന് കിടപ്പിലായി. ബന്ധുക്കളും സ്വന്തക്കാരൊന്നും പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റില്ല. ആദ്യം കരുതിയത് അങ്ങേരും ഞാനോ ആത്മഹത്യ ചെയ്യാന്നാ. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയപ്പോഴാ അമല സിസ്റ്റർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്റെ നിവർത്തികേടിന് ഈ കുഞ്ഞ് എന്ത് പഴിച്ചു? കൺമുന്നിലായാലും അല്ലെങ്കിലും ജീവനോടെ ഉണ്ടാകൂലെന്ന് ഓർത്താ ഞാനിത് സമ്മതിച്ചത്. ഇവിടെ മുതല് മോൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് കരുതിയാൽ മതി. ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾ തരും. പ്രസവിക്കുന്നത് വരെയുള്ള നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ദേ, പിന്നെ പ്രസവിച്ച് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ആ കുഞ്ഞുമായി ഒരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരികയും വേണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞു വളരാൻ പോകുന്നതേ ഒരു കോടീശ്വരനായിട്ടാ. ഇത് നീ കൈവച്ചോ. നല്ല പോഷകാഹാരം വേണം കഴിക്കാൻ. കാരണം നിന്റെ വയറ്റിൽ വളരുന്നതേ ഈ രാജലക്ഷ്മിയുടെ ചെറുമകനാ, കേട്ടല്ലോ. എങ്കിൽ നീ പൊയ്ക്കോ. വർമ്മൻ വില്ലയിലേക്ക് വരുന്ന സമയവും കാലവും ഒക്കെ ഞാൻ അറിയിച്ചോളാം. നമ്മുടെ മക്കളെ IAS അല്ലെങ്കിൽ IPS. എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. അങ്ങനെ എന്തെങ്കിലും ഉയർന്ന പദവിയിൽ എത്തിക്കണം. കൊള്ളാം. അതിന് ടെൻഷനിലെന്ന് ആരാ പറഞ്ഞ? ബിസിനസിന്റെ അത്ര വരില്ലല്ലോ ചേട്ടായി. എനിക്ക് തോന്നുന്നത് രേഖ പ്രസവിക്കാൻ പോകുന്നത് ഇരട്ട കുഞ്ഞുങ്ങളെയാണെന്നാ. രേഖ മാഡത്തിന്റെ ഈ ഗർഭം അഭിനയമാണോന്ന് എനിക്ക് സംശയമുണ്ട്. പാവൻ രഘു സർ ഇതൊന്നും അറിയാതെ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്.
ചേട്ടായി ചേട്ടായി വാ. അങ്ങനെ എനിക്കോ ചേട്ടായിക്കോ ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഒരാളെ IAS മറ്റൊരാളെ IPS ആക്കണം നമുക്ക്. വേറെ ആപത്തൊന്നും വരുത്താതെ ഭഗവാൻ എല്ലാം നല്ലപോലെ നടത്തി തന്നാ മതി. तूफान आएगा, तूफान आएगा, तूफान आएगा, तूफान आएगा, तूफान आएगा. ആപത്തുകൾ ഉണ്ടാകും. തൂഫാൻ, തൂഫാൻ ആയേഗാ. ഒരു ജീവനെ ഇല്ലായ്മ ചെയ്യാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മുകളിലുള്ളവന്റെ അറിവോടെയല്ലാതെ ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ നിമിത്തങ്ങളെ വഴിതിരിച്ചുവിടാൻ പല ശക്തിക്കും സാധിക്കും. മനുഷ്യന്റെ രൂപവും വന്യമൃഗത്തിന്റെ സൂക്ഷ്മതയും ആനപ്പകയ്ക്ക് തുല്യമായ പകയും അവരെ കൊണ്ട് എന്തും ചെയ്യിച്ചു എന്ന് വരാം. തൂഫാൻ, തൂഫാൻ ആയേഗാ. കപടബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന അവർ മുന്നിലുള്ള സത്യങ്ങളെ വഴിതിരിച്ചുവിടും. എന്നിട്ട് നേർവഴി അവർ പറയുന്നതാണെന്ന് സ്ഥാപിക്കും. മാതാവിന്റെ മഹത്വം അറിയുന്നവളും അതൊരിക്കലും അറിയാത്തവളും നേരിൽ കാണാൻ പോകുന്നു. തൂഫാൻ, തൂഫാൻ ആയേഗാ. വെളിപാടുകൾ ഇനിയും അവൻ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങാൻ പോകുന്നു. മുന്നിൽ നിന്നും ചിരിക്കുന്നവരെയും പിന്നിൽ നിന്നും ദുഷിക്കുന്നവരെയും തിരിച്ചറിയണം. സമ്പത്തിനായുള്ള പോരാട്ടത്തിൽ ഭവനത്തിൽ കണ്ണീര് വീഴും. തീർച്ചയാണ്. ദൈവത്തിൽ വിശ്വസിക്കൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. എല്ലാത്തിന്റെയും അന്ത്യഫലം അവിടെ നിന്നാണ്. തൂഫാൻ, തൂഫാൻ ആയേഗാ, തൂഫാൻ ആയേഗാ, തൂഫാൻ ആയേഗാ, തൂഫാൻ ആയേഗാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.